നമസ്കാരം. NH-66 വിശേഷങ്ങൾ പറയാതിരിക്കാൻ വയ്യ. കേരളത്തെ സംബന്ധിച്ചിടത്തോളം NH-66 ഏറ്റവും വലിയ ദുരന്തവും ദുരിതവുമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഈ തലമുറയ്ക്കും അടുത്ത തലമുറയ്ക്കും അതൊരു മഹാദുരന്തമായി തന്നെ നിലനിൽക്കുകയും ചെയ്യും. ഒരുപക്ഷെ ഇത്തരത്തിലൊരു അഭിപ്രായം പറയുന്ന ഒരു വ്യക്തി ഞാൻ മാത്രമായിരിക്കും. അതിവേഗത്തിൽ സഞ്ചരിക്കാമല്ലോ, നല്ല വൃത്തിയുള്ള പാതയാണല്ലോ, ഇപ്പോ സംഭവിച്ചിട്ടുള്ള ചെറിയ പ്രശ്നങ്ങൾ, അത് നിർമ്മാണത്തിലുള്ള ചില അപാകതകളാണ്, അത് പരിഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിവേഗം കേരളത്തിന്റെ തെക്കുവടക്ക് എത്താമല്ലോ എന്നൊക്കെ പറയുമായിരിക്കും. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഏറ്റവും വലിയ മഹാദുരന്തവും ദുരിതവുമാണ് ഇതുവരെ ഉണ്ടായതിൽ വെച്ച് ഏറ്റവും വലിയ ഈ ഒരു വികസനത്തിലൂടെ കേരള ജനത അനുഭവിക്കാൻ പോകുന്നത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. അതേസമയം നമുക്ക് അതിവേഗം എത്താൻ കഴിയുന്നല്ലോ എന്ന് പറഞ്ഞാൽ ശരി തന്നെയാണ്. പക്ഷെ നമ്മൾ ചിന്തിക്കാത്ത ചില വശങ്ങളുണ്ട്. ഇതുകൊണ്ട് ദുരിതം അനുഭവിക്കുന്ന അല്ലെങ്കിൽ ഇതുകൊണ്ട് കഷ്ടപ്പെടുന്ന വലിയൊരു വിഭാഗമുണ്ട്. അവരുടെ വിഷമങ്ങൾ നമ്മൾ കാണുന്നേയില്ല. ഒരു വികസനം എന്ന് പറഞ്ഞാൽ ഞാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ എന്നെ പോലെയുള്ള സാധാരണക്കാർ ആഗ്രഹിക്കുന്നത്, നിലവിലുള്ള സാഹചര്യങ്ങൾക്ക് പുറമെ കൂടുതൽ മെച്ചപ്പെട്ട സാഹചര്യങ്ങൾ നമുക്ക് കിട്ടുന്നതിനാണ്. അതല്ലെങ്കിൽ നിലവിലുള്ള സാഹചര്യങ്ങളെ കൂടുതൽ മെച്ചപ്പെടുത്തി കിട്ടുന്നതിനാണ്. ഇത് രണ്ടിനെ നമുക്ക് വികസനം എന്ന് പറയാം. പക്ഷെ നിലവിലുള്ള ഒന്നിനെ നഷ്ടപ്പെടുത്തി ഒരു വിഭാഗത്തിനെ കൂട്ടിലിട്ട് മൂലക്കിരുത്തിയിട്ട് മറ്റൊരു വിഭാഗത്തിനെ ഡെവലപ്പ് ചെയ്യുന്നതിനെ വികസനം എന്ന് വിളിക്കരുത്. അതിനെ വികസനം എന്ന് വിളിക്കാൻ പറ്റില്ല. അതാണ് ഇപ്പൊ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പുതിയ ഹൈവേയിലുടനീളം സൈൻ ബോർഡുകൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിലുള്ള സൈൻ ബോർഡുകളിൽ ചില ഭാഗത്ത് എഴുതി വെച്ചിട്ടുണ്ട് ബൈക്ക്, അതുപോലെ ഓട്ടോറിക്ഷ, ട്രാക്ടർ, കാൽനട ഇതൊന്നും ഈ നാഷണൽ ഹൈവേയിൽ പാടില്ല, 6 വരിയിൽ പാടില്ല, ഇങ്ങോട്ട് കയറിയേക്കരുത് എന്ന് അതിന്റെ എൻട്രൻസിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊരു വലിയ കൊടുംചതിയാണ്. നമ്മള് ഈ നാഷണൽ ഹൈവേ കേരളത്തിലൂടെ പോകുന്ന റോഡിനെ സംബന്ധിച്ചിടത്തോളം ഒരു സാധാരണ 2 വരി റോഡായിരുന്നത്, അതിലെല്ലാ വാഹനങ്ങളും സുഗമമായും പോയിരുന്നു. വേറെ ഒരു റോഡില്ലായിരുന്നു പാരലായിട്ട്. മനസ്സിലാക്കണം, വേറെ ഒരു റോഡില്ല, സർവീസ് റോഡുകളില്ല, മറ്റു റോഡുകളില്ല, ഒന്നുമില്ല. അപ്പൊ ഈ ഒരു റോഡിനെ മാത്രം ആശ്രയിച്ച് സഞ്ചരിച്ചുകൊണ്ടിരുന്ന 2 വീലറുണ്ട്, ട്രാക്ടറുണ്ട്, ഓട്ടോറിക്ഷയുണ്ട്, എല്ലാ വാഹനങ്ങളും ഉണ്ട്. ആ വാഹനങ്ങൾ ഇനി ആകാശത്തു കൂടി പറക്കണമെന്നാണ് പറയുന്നത്. അതേക്കുറിച്ച് ഞാൻ പറയാം. പക്ഷെ അതിനു മുമ്പ് മറ്റു ചില കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. നമുക്ക് ഒരു ഉദാഹരണത്തിന് 100 കോടി രൂപയ്ക്കാണ് ഈ നാഷണൽ ഹൈവേ ഉണ്ടാക്കുന്നത് എന്ന് നമ്മൾ വിചാരിച്ചാൽ ഏകദേശം 35 കോടിയിലാണ് നിർമ്മാണ മേഖലയിലേക്ക് എത്തുമ്പോൾ നിർമ്മാണ ചെലവിലേക്കായി എത്തുന്നത്. ബാക്കി മുഴുവൻ കമ്മീഷനായിട്ടാണ് പോവുക. ഒന്ന് കരാറെടുക്കുന്നത് ആരെങ്കിലും ആയിരിക്കും, അവർ സബ് കോൺട്രാക്ട് കൊടുക്കുകയാണ് ചെയ്യാതെ അങ്ങോട്ട് കൊടുക്കും. ഇതിനു മുമ്പ് കമ്മീഷൻ ഉണ്ടാവും, വലിയ കമ്മീഷൻ ഉണ്ടാവും. 100 കോടി പാസ്സാക്കിയാൽ 50 കോടിയും കമ്മീഷനായി പോകും. പിന്നെ ബാക്കിയുള്ള ഒരു 15 കോടി എന്ന് പറയുന്നത് കോൺട്രാക്ട് എടുത്തവർക്കുള്ള കമ്മീഷൻ വരും. പിന്നെ സബ് കോൺട്രാക്ട് കിട്ടുന്ന 35 കോടിയിലാണ് ഇവിടെ റോഡ് പണികളെല്ലാം പൂർത്തിയാകുന്നത്. അതിൽ തന്നെ കമ്മീഷൻ കൊടുക്കണോ വേണ്ടെന്ന് അറിയാൻ വയ്യ. ഏതായാലും അത്ര തന്നെ നടക്കുന്നുള്ളൂ ഇവിടെ. അതുകൊണ്ടാണ് നമ്മുടെ റോഡുകളുടെ നിലവാരമെല്ലാം ഇങ്ങനെ ആയി പോകുന്നത്. അത് നിർമ്മാണ മേഖല. ഇനി ഈ ഓട്ടോറിക്ഷക്കാരെയും ബൈക്കുകാരെയും പുറത്താക്കുമ്പോഴത്തേക്ക് ഒരു കാര്യം കൂടെ നമ്മൾ ആലോചിക്കണം. നമ്മള് ലിറ്ററിന് 18 രൂപ വരെ സെസ് കൊടുത്തിട്ടുണ്ട്. എന്ത്? പെട്രോൾ സെസ് കൊടുത്തിട്ടുണ്ട്. ഈ റോഡ് ഹൈവേ അതിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് പെട്രോൾ സെസ് കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ 7 വർഷം കൊണ്ട് ഏകദേശം 13 ലക്ഷം കോടി രൂപയോളം പിരിച്ചെടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. 13 ലക്ഷം കോടി രൂപയോളം. അതായത് കേരളത്തിൽ നിന്നല്ല, ഈ നാഷണൽ 66 മുഴുവൻ പണിക്കുള്ള എമൗണ്ടും ഇതിനകം തന്നെ പിരിച്ചെടുത്തു കഴിഞ്ഞു. എങ്ങനെ പണിയെടുക്കാൻ? കേരളത്തിന്റെ തെക്ക് വടക്ക് വൻമതിലുണ്ടാക്കി വേർതിരിച്ച്, ജനങ്ങളെ വേർതിരിച്ച് 2 രാജ്യങ്ങളാക്കി ബുദ്ധിമുട്ടിച്ച് റോഡുണ്ടാക്കാനല്ല, നല്ല പാലങ്ങളാക്കി ഉണ്ടാക്കി ജനസഞ്ചാരം തടസ്സപ്പെടുത്താതെ അവരുടെ സഞ്ചാരം സുഗമമാക്കിക്കൊണ്ട് 6 വരിയിലൂടെ നന്നായിട്ട് പായാനും ബാക്കിയുള്ളവരുടെ സഞ്ചാരം, അതായത് നേരത്തെ സഞ്ചരിച്ചിരുന്ന സഞ്ചാരം തടസ്സപ്പെടാതെ റോഡുണ്ടാക്കാനും എല്ലാത്തിനും ആവശ്യമായ ഫണ്ട്, അതാണ് ഞാൻ പറഞ്ഞത്. 13 ലക്ഷം കോടി രൂപ ഉണ്ട്. അത് ഓരോ ദിവസവും പിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ പെട്രോൾ സെസ് എന്ന് പറയുന്നത്. ഈ 13 ലക്ഷം കോടി രൂപയിൽ ഇവിടുത്തെ ഓട്ടോറിക്ഷക്കാരന്റെ പൈസ ഉണ്ട്, അയാളുടെ ഡീസലും പെട്രോൾ അടിച്ച പൈസ ഉണ്ട്, അതുപോലെ ബൈക്കാരന് അടിച്ചതുണ്ട്, ട്രാക്ടറിന് അടിച്ചതുണ്ട്. ഇതൊക്കെ കൊടുത്തതാരാ? ഈ കാൽനട നടന്നു പോകുന്നതിന്റെ നികുതി പണം തന്നെയാണ്. അപ്പോൾ ഇത്രയും പണം ഇവർ ചെലവഴിച്ചുകൊണ്ട് അവരൊരു റോഡുണ്ടാക്കിയിട്ട് ആ റോഡിന് ടോള് കൂടെ പിരിക്കുന്നുണ്ട് എന്നത് മനസ്സിലാക്കണം. ആ റോഡിന് ടോള് കൂടെ പിരിക്കുന്നുണ്ട്. അതായത് 100 കോടി രൂപയ്ക്ക് നമ്മളിത് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ 35 കോടി രൂപ കിട്ടുമ്പോൾ അതിൽ ബാക്കി 65 കോടി രൂപയും കമ്മീഷനും അതുപോലെ മറ്റുമായി ചെലവഴിക്കപ്പെട്ടു പോകുന്നുണ്ട്, കൊള്ളയടിക്കപ്പെടുന്നുണ്ട്. അതിന് പുറമെയാണ് ഈ പറഞ്ഞ
പെട്രോൾ സെസ് എന്ന് പറഞ്ഞ് പിരിച്ചെടുത്തിട്ടുള്ള പണം, കഴിഞ്ഞ 7 വർഷം കൊണ്ട് പിരിച്ചെടുത്തിട്ടുള്ള 13 ലക്ഷം കോടി രൂപ. ഈ 13 ലക്ഷം കോടി രൂപയ്ക്ക് പണിയെടുത്തിട്ട് ടോളില്ലാതെ സഞ്ചരിപ്പിക്കുകയാണ് ശരിക്കും വേണ്ടത്. ഇപ്പോഴും പെട്രോൾ സെസ് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും ഇവിടെ നടക്കുന്നത് ഒരു കൊള്ളയാണ്. മാത്രമല്ല, ഇവിടുത്തെ ബൈക്കുകാരനും ഓട്ടോറിക്ഷക്കാരനും അടിക്കുന്ന പെട്രോൾ സെസ് അവന്റെ പൈസ കൊണ്ടുണ്ടാക്കിയ റോഡിൽ അവന് പ്രവേശനമില്ല എന്നുള്ളൊരു ഗതികേടും കൂടെ ഉണ്ട്. അവൻ പിന്നെ ഏത് വഴി പോകണം? കേരളത്തിലെ സാഹചര്യത്തിൽ എന്ന് പറഞ്ഞാൽ ഈ റോഡുകൾക്ക് പകരം മറ്റൊരു റോഡില്ല. ഒരു ഹൈവേ ഉണ്ടാക്കുമ്പോൾ, ഒരു അതിവേഗ പാത ഉണ്ടാക്കുമ്പോൾ നിലവിലുള്ള പാത അതിവേഗ പാതയാക്കിയിട്ട് കുറെ ആൾക്കാരെ അങ്ങോട്ട് പ്രവേശിക്കുന്ന നിഷേധിക്കലല്ല വികസനം എന്ന് പറയുന്നത്. ആദ്യം സഞ്ചരിച്ചിരുന്ന ആ സഞ്ചാരത്തെ തടസ്സപ്പെടുത്താതെ പുതുതായി നല്ല ഒരു സഞ്ചാരപാത ഉണ്ടാക്കുന്നതിനെയാണ് വികസനം എന്ന് പറയുന്നത്. ഈ ഹൈവേ പണിയെടുക്കുമ്പോൾ അതിന്റെ 2 സൈഡിലും സർവീസ് റോഡ് എല്ലായിടത്തും, പാലങ്ങളുണ്ടെങ്കിൽ പാലങ്ങളിലടക്കം എല്ലായിടത്തും സർവീസ് റോഡ് വേണം. ടോൾ ഇല്ലാതെ തന്നെ ഈ റോഡ് ഉണ്ടാക്കാൻ ആവശ്യമായ ഫണ്ട് ഇന്ത്യയിലെ ജനങ്ങൾ തന്നെ പെട്രോൾ സെസ്സിലൂടെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ എന്നിട്ട് ടോൾ പിരിക്കാൻ വേണ്ടി ഒരു സംവിധാനം ഉണ്ടാക്കുന്നു. ഓക്കെ, എന്നാൽ ഈ സർവീസ് റോഡ് ഉണ്ടാക്കിയിട്ടൂടെ? ഇനി ടോളിന്റെ ഭാഗത്ത് സർവീസ് റോഡ് ഇല്ല എന്ന് കൂട്ടാം, ബാക്കിയുള്ള ഭാഗത്ത് കൊടുക്കണ്ടേ? പാലങ്ങൾ, സർവീസ് റോഡിന് വേണ്ടി മാത്രം പാലങ്ങൾ ഉണ്ടാക്കണ്ടേ? അതിനുള്ള ഫണ്ട് ഉണ്ടല്ലോ. അപ്പോ എല്ലാ ഭാഗവും വൻമതിൽ ഉണ്ടാക്കാതെ പാലങ്ങൾ കെട്ടി നേരത്തെ ഉണ്ടായിരുന്ന സഞ്ചാരത്തെ അതേപടി നിലനിർത്തി ടോള് കൊടുക്കാതെ പോകണമെന്നുള്ളവർക്ക് അങ്ങനെ പോകാം, അതങ്ങനെ പോട്ടെ. ഇനി അതല്ല, അതിവേഗം പോകണമെന്നുള്ളവർക്ക് ഹൈവേയിലൂടെ പോകാം, ടോള് കൊടുത്തു പോകാം എന്ന സിസ്റ്റം അതല്ലേ വേണ്ടത്? ഒരു ബദൽ പാത വേണ്ടേ? ഒരു പുതിയ പാത ഉണ്ടാക്കിയിട്ട് ആ റോഡിൽ കയറുമ്പോൾ ഇതിനകത്ത് സർവീസ് റോഡുമില്ല, ഒന്നുമില്ല, അതിവേഗം പോകാൻ വേണ്ടിയിട്ട് ചെയ്യുവാണെങ്കിൽ ഇത് പൊയ്ക്കോ, ഇല്ലെങ്കിൽ നിങ്ങൾ പഴയ പാതയിലൂടെ പൊയ്ക്കോ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അന്തസ്സുണ്ടായിരുന്നു. അതല്ലല്ലോ ഇവിടെ ചെയ്തത്. നിലവിലുള്ള സഞ്ചാരത്തെ മുടക്കുകയല്ലേ ചെയ്തത്. അതിൽ തന്നെ പല പാലങ്ങളും 3 വരിയായ റോഡ് വന്നിട്ട് പഴയ പാലം എടുത്തിട്ട് ചെലവ് ചുരുക്കി 2 വരിയാക്കി വെച്ചേക്കാണ്. 2 വരി പാലമാക്കി വെച്ചേക്കാണ്. ഇതൊക്കെ തട്ടിപ്പാണ്. കാരണം നിലവിലുള്ള സഞ്ചാരം മുടക്കാതെ പുതിയ ഒരു റോഡുണ്ടാക്കി ജനവാസ മേഖലയോ ടൗണോ ഒക്കെ ആണെങ്കിൽ തൂണുകളിൽ മുകളിൽ പാലം കൊടുത്ത് മതിലുകൾ കെട്ടാതെ 6 വരി റോഡ് മാത്രം നല്ല വേഗതയിൽ പോകാൻ കഴിയുന്ന നല്ല ഉറപ്പുള്ള മറ്റ് തടസ്സങ്ങളില്ലാത്ത റോഡുകൾ നിർമ്മിക്കാൻ ഇവിടെ ഫണ്ടില്ലാഞ്ഞിട്ടല്ല. നിലവിലുള്ള റോഡ് മറ്റുള്ളവരുടെ നിലവിൽ സഞ്ചരിക്കുന്നവരുടെ യാത്ര മുടക്കി. അവർക്കിപ്പോ സഞ്ചരിക്കാൻ റോഡില്ല, ഇനി അവർ അന്തരീക്ഷത്തിലൂടെ പറക്കണം, അതാണ് അവസ്ഥ. അല്ലെങ്കിൽ സർവീസ് റോഡിലൂടെ ഒച്ചഴിഞ്ഞ പോലെ പോകണം. ഈ റൈഡേഴ്സ് ഉണ്ട്, ബൈക്ക് റൈഡേഴ്സ്, അല്ലെങ്കിൽ ബൈക്കിൽ കേരളത്തിന്റെ തെക്ക് വടക്ക് പോകുന്നവൻ ഈ സർവീസ് റോഡിൽ കൂടെ പോകണമെന്നുണ്ടെങ്കിൽ എത്ര കാലം എടുക്കും? നേരത്തെയുള്ള ഹൈവേയിൽ അത്യാവശ്യം സ്പീഡിൽ പോകാൻ കഴിയുമായിരുന്നുണ്ടെങ്കിൽ ഇനി അത് കഴിയില്ല. അവൻ വെതിയെ പോയാൽ മതി എന്നാണ്. അവന് ഹൈവേയിൽ കയറാൻ പ്രവേശനം അനുമതി നിശ്ചയിച്ചേക്കാണ്. പക്ഷെ അവന്റെ കൂടി പെട്രോൾ സെസ് കൊടുത്തുണ്ടാക്കിയ റോഡാണിത്. അത് നമ്മുടെ മനസ്സിലാക്കണം. അപ്പൊ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന്, ഈ നാഷണൽ ഹൈവേന്റെ ഈ പണി തന്നെ മുഴുവൻ തട്ടിപ്പാണ്. കാരണം ഇത്രയും രൂപ ഹൈവേയുടെ പണിക്ക് വേണ്ടിയിട്ട്, ഹൈവേക്ക് വേണ്ടിയിട്ട് പെട്രോൾ സെസ് എന്ന് പറഞ്ഞ് വാങ്ങി അവിടെ സൂക്ഷിച്ചിട്ട് അതിന് പുറമെ കുറെ പണം അനുവദിച്ചുകൊണ്ട് റോഡ് പണിയെടുപ്പിച്ചിട്ട് ആ പണിയിൽ തന്നെ പല പണികളും ഒഴിവാക്കിയിട്ട് നിലവിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്ന റോഡിലുള്ള ആ ഗതാഗത സംവിധാനങ്ങൾ നിഷേധിച്ചിട്ട് ഇനി ഇത് 6 വരി എന്ന് പറഞ്ഞാൽ ഇന്നു മുതൽ ഇതിനകത്തുകൂടി ഇത്ര ആൾക്കാർ മാത്രം പോയി എന്ന് പറയുന്നതിന് വികസനം എന്നല്ല പറയാ. ഇതിനെ ഉടായ്പും തട്ടിപ്പെന്നും ജനങ്ങളോട് കാണിച്ച വിശ്വാസ വഞ്ചനയും എന്നാണ് പറയാ. അങ്ങനെയാണ് ഇതിന് പറയാ. അതിന് പുറമെ കൊള്ളയും. കാരണം ജനം തന്നെ പെട്രോൾ അടിച്ചും അല്ലാതെയും ഈ റോഡ് പണിയെടുക്കുന്നതിന് ആവശ്യമായ പണം കൊടുത്തു കഴിഞ്ഞിട്ടും ടോൾ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും അവനെ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്ന കൊള്ളയും. ഇതിനെല്ലാം പുറമെയാണ് ഈ നിർമ്മാണത്തിൽ വന്നിട്ടുള്ള അപാകത. ഇനി നിങ്ങളൊന്ന് ആലോചിക്ക്, ഈ NH-66 എങ്ങനെയാണ് പണി നടക്കുന്നത്, എന്തിനാണ് പണിയെടുക്കുന്നത്, ആർക്ക് വേണ്ടിയാണ് പണിയെടുക്കുന്നത്, ആരാണ് പണം മുടക്കുന്നത് എന്ന്. Different angles, Nala Mind. Don't forget to subscribe and support this channel.